തനു നടൻ ഷൈൻ ടോം ചാക്കോക്ക് എതിരെ ലൈവിൽ വന്ന് കരഞ്ഞു സംസാരിച്ചു. ലൈവിൽ വന്നിട്ട് ഷൈൻ എവിടെ, ഷൈൻ എന്താ ബ്രേക്കപ്പ് ആയോ അതായോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഞാൻ അതിന് മറുപടി ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ പറയാത്ത കാര്യങ്ങള് അദ്ദേഹത്തിനെതിരായിട്ട് ആക്ച്വലി ഞാനത് പറഞ്ഞിട്ടില്ല. എതികെട്ടിട്ടാണ് ഞാൻ പറയണത്. ആ ടോപ്പിക്ക് ഞാൻ വിട്ടതാണ്. ആളെ വൈബിൽ പോയോണ്ടിരിക്കുന്നു. അദ്ദേഹം ഇന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാക്കി എവിടെയും ചെയ്തിട്ടില്ല. എൻ്റെ ഉമ്മ എനിക്ക് അയച്ചു തരിക ബ്രേക്കപ്പ് ആയതിൻ്റെ ന്യൂസ്, ഇതെന്താ മോളേന്ന് വെച്ചിട്ട്. ഞാൻ ഈ മോഡലിങ്ങിലേക്ക് ഇറങ്ങുമ്പോഴും ഞാനൊരു മുസ്ലിമാണ്. എൻ്റെ ഉമ്മ പറഞ്ഞെന്താ വെച്ചാല്, നീ ചിന്തിച്ചിട്ട് വേറെ വള്ളിയിലേക്കൊന്നും നീ പോകരുത്. പക്ഷെ ഇത് നേരെ എൻ്റെ ഉമ്മ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞതാണ്. പക്ഷെ അത് ഞാൻ ഒരിക്കലും ഷൈൻ ഉദ്ദേശിച്ചല്ല ഞാനത് പറയണത്. ഇപ്പം ഞാനിത് പറഞ്ഞത് ആ ഒരു ഫാമിലി പോലും എന്നെ തെറ്റിദ്ധരിക്കും. അവരൊക്കെ എന്നെ പൊന്നു പോലെയാണ് നോക്കിയതും കാര്യങ്ങളൊക്കെ. നിലവിൽ നിങ്ങൾ ഒഫീഷ്യലി ബ്രേക്കപ്പ് ആയി. നമ്മൾ ഇത്രത്തോളം മെസ്സേജ് അയച്ചിട്ട്, ഇത്രത്തോളം കോളും ചെയ്ത്, ആ ഒരു ഫ്രണ്ട്സിനെയും വിളിച്ചിട്ട് ലാസ്റ്റ് നമുക്കവിടെ ഒരു ഒന്നുമില്ല എന്നറിയുമ്പം ഷൈൻ എപ്പോഴും എനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു. എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടും അങ്ങനെയൊക്കെ നിന്ന് ഞാൻ ഏതൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആളെന്നെ അങ്ങനെ തന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നതും. ഇത്ര നന്നായിട്ട് പോകുന്ന ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആവാനുള്ളൊരു റീസൺ അതെനിക്കിപ്പോഴും അറിയില്ല. ഇല്ല, അതിന് യാതൊരു എനിക്കതിന് ആളിനെ തിരിച്ചു വന്നാൽ സ്വീകരിക്കും. ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്ന് എൻ്റെ ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ എന്താ പറയുക, കുറച്ച് ചില ക്ലാരിഫിക്കേഷൻസ് ഒക്കെ തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൂടെ നമ്മുടെ ഗസ്റ്റ് ജോയിൻ ചെയ്തിട്ടുള്ളത്. തനു ആണ്. തനുജ, ഹലോ, വെൽക്കം ടു ദ ഷോ. തനുജ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഒരു നടൻ്റെ ഫിയാൻസി എന്നുള്ള ലേബലായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു ദിവസം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാൻ, ഒരു പച്ച ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അത് ഫസ്റ്റ് വന്ന ഫോട്ടോ എനിക്ക് ഓർമ്മയുണ്ട്, വൈറലായി. അതെ, അങ്ങനെയുള്ള തനു ഇപ്പോൾ പക്ഷെ നമ്മൾ കേൾക്കുന്നത് ആർക്കൊക്കെ എതിരെ സംസാരിച്ചു, എന്തൊക്കെയോ കുറ്റങ്ങൾ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ തനു പറഞ്ഞതാണോ പറയാത്തയാണോ കുറേ കാര്യങ്ങൾ വളച്ചൊടിച്ച് കണ്ടു. അപ്പം ശരിക്കും അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം അല്ലേ? അപ്പം അതിനാണ് വന്നിരിക്കുന്നത്. ഒരു പ്രസ്തുത TV ചാനലിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു ദിവസം ഒരു ന്യൂസ് കാണുന്നു, തനു നടൻ ഷൈൻ ടോം ചാക്കോക്ക് എതിരെ ലൈവിൽ വന്ന് കരഞ്ഞു സംസാരിച്ചു എന്ന്. ശരിക്കും എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ? ശരിക്കും വന്ന് കരഞ്ഞു സംസാരിച്ചതാണോ? അല്ല, ഞാൻ ലൈവ് ഇടക്ക് പോണതാ, എനിക്ക് ടൈമിംഗ് ഒന്നും ഇല്ല പോവാൻ. അപ്പൊ ഞാൻ ഇത് പോയി പെട്ടെന്ന് എനിക്ക് ഈ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ പറയാത്ത കാര്യങ്ങള് അദ്ദേഹത്തിനെതിരായിട്ട് ആക്ച്വലി ഞാനത് പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്കത് പെട്ടെന്ന് ഷോക്കായി പോയി. എന്നിട്ട് ഞാൻ നോക്കുമ്പം അവിടെ കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ പോയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് അവിടെ കട്ടിങ് വന്നിട്ട് അത് ആളെ പേരിലേക്ക് ഞാൻ ആളെതിരെ പറഞ്ഞു എന്നുള്ളതാക്കി. ശരിക്കും ഞാൻ ആളെ കുറിച്ച് ഞാൻ 2 പേര് എന്നാണ് അവിടെ പറയണത്. എനിക്കിപ്പം രണ്ടുപേരെയും കൊണ്ടിറക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനിത് 2 പേരെന്ന് പറയുമ്പം കുറച്ച് ബുദ്ധിയുള്ളവരെന്ത് വിചാരിക്കും, അത് എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് അവിടെ വിചാരിക്കണം. പക്ഷെ ഇത് നേരെ വിചാരിച്ചത് ചേട്ടനെ കുറിച്ചിട്ടാണ്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ലൈവിൽ വന്നിട്ട് ഷൈൻ എവിടെ, ഷൈൻ എന്താ ബ്രേക്കപ്പ് ആയോ അതായോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഞാൻ അതിന് മറുപടി ഞാൻ കൊടുത്തിട്ടില്ല. ലാസ്റ്റ് ഞാൻ ഗതികെട്ടിട്ടാണ് ഞാൻ പറയണത്. ആ ടോപ്പിക്ക് ഞാൻ വിട്ടതാണ്. ആളെ വൈബിൽ പോയോണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് പോണു. ഇത്ര കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളൂ. പിന്നെയും ചോദിക്കുമ്പോഴും ഷൈനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ഞാൻ ഇത്രേ പറഞ്ഞോളൂ. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. ഇപ്പോഴും ഞാൻ അതിനെ പറയണേ, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ, അതുകൊണ്ടാണ്. അതിപ്പം ഞാൻ ഈ പബ്ലിക്കിൽ വന്നിട്ട് എനിക്ക് അങ്ങനെ സംഭവിച്ചു ഒരിക്കലും ഞാൻ പറയത്തില്ല. കാരണം എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ ഉള്ളിൽ ഒതുക്കിയിട്ട് വെക്കുന്ന ആളാ. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാനത് പറയുള്ളൂ. അപ്പം പെട്ടെന്ന് ഒരു ഭാഗത്തുനിന്ന് ഫ്രണ്ട്സും പോയി, ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ പോയപ്പോഴേ ഞാനൊരു ഒറ്റക്കൊരു ഫീലായപ്പോൾ പെട്ടെന്ന് എനിക്ക് സങ്കടം ഒതുക്കാൻ പറ്റണമെന്നുണ്ടായിരുന്നില്ല എനിക്ക്. അപ്പം ഇതും കൂടി ആയപ്പം ആളെ മനസ്സിൽ ഞാനിപ്പം അങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും വരരുത്. എനിക്കത് ഒട്ടും താല്പര്യമില്ല അങ്ങനെ വരാൻ. അതായിരുന്നു എൻ്റെ
ഒന്നാമത്തെ പ്രശ്നം. എനിക്കത് ചിന്തിച്ചിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. ലൈവിലിപ്പോ വന്നപ്പോഴും എനിക്ക് സങ്കടം ഒതുക്കാൻ പറ്റണില്ല അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് നേരെ എൻ്റെ ഉമ്മ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞതാണ്. പക്ഷെ അതല്ല, ഞാൻ ഒരിക്കലും ഷൈൻ ഉദ്ദേശിച്ചല്ല ഞാനത് പറയണത്. അത് ഉദ്ദേശിച്ച് പറയണത് എനിക്ക് പണി കിട്ടിയ ഒരു 2 വ്യക്തികളെ കുറിച്ചിട്ടാണ്. അപ്പം സുഹൃത്തുക്കളായിരുന്നോ? അതെ. അത് എനിക്ക് പെട്ടെന്ന് അവർ പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഷോക്ക് എനിക്ക് മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. അത് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പോഴും ആ സങ്കടം ഉണ്ട്. അപ്പം അതിനെ ചൊല്ലി ഫ്രണ്ട്സിനെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പം ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അല്ലാണ്ട് ഒരിക്കലും ഷൈനെ കുറിച്ച് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അദ്ദേഹം ഇന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാക്കി എവിടെയും ചെയ്തിട്ടില്ല. അതിന് ഇന്റർവ്യൂലാണ് ഒന്നും ഇതാക്കിയിട്ടില്ല. ആളെ കുറിച്ച് മാത്രമേ പറയുള്ളൂ. അപ്പം ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ആളെ മോശമാക്കി പറയണത്? ഒരിക്കലും എനിക്കത് പറയാൻ പറ്റില്ല. കാരണം ആളെ കൊണ്ട് എനിക്ക് ഉപകാരങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് നന്ദികേട് അവിടെ കാണിക്കാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. എനിക്കത് ഭയങ്കര ഫീലാണ്. എനിക്ക് തോന്നുന്നു ലൈവിൽ വേറൊരു വ്യക്തിനെ കുറിച്ച് പറഞ്ഞത് ഷൈനെ കുറിച്ചാണെന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ വന്നു. അത് എന്തിനെന്ന് വെച്ചാൽ ഈ യൂട്യൂബേഴ്സ് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ 2 യൂട്യൂബ് ചാനൽ കണ്ടു. അവിടെ കമന്റ് ഞാൻ കണ്ടു. ആക്ച്വലി ചേച്ചി പറഞ്ഞത് അവർ ഫ്രണ്ട്സിനെ കുറിച്ചാണ്, അല്ലാണ്ട് ചേട്ടനെ കുറിച്ചല്ല എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് പറയാം. എന്നിട്ട് അവര് പറയണത് അത് ഷൈൻ്റെ ചോദ്യം വരുമ്പോഴാണ് അവൾ അത് പറഞ്ഞത് എന്നാ. ഞാനത് ഷൈൻ്റെ ചോദ്യം പറഞ്ഞിട്ടില്ല, എടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. എവിടെയെന്ന് ചോദിച്ചാൽ ആകെ 2 ക്വസ്റ്റ്യനിൽ ഞാൻ മറുപടി കൊടുത്തിട്ടുള്ളൂ. അതും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരത് യൂട്യൂബിൽ ഇട്ടിട്ട് തനൂജ് അങ്ങനെ പറഞ്ഞു, തനൂജ് ഇങ്ങനെ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പം ഞാനിത് പറഞ്ഞത് ആ ഒരു ഫാമിലി പോലും എന്നെ തെറ്റിദ്ധരിക്കും. കാരണം ആ ഒരു ഫാമിലി പോലും എനിക്കൊന്നും പറഞ്ഞിട്ടില്ല. അവരൊക്കെ എന്നെ പൊന്നു പോലെ നോക്കിയതും കാര്യങ്ങളൊക്കെ. അപ്പം അവരെന്നെ തെറ്റിദ്ധരിക്കരുത് എന്നുള്ളത് എനിക്കുണ്ട്. ആ ഒരൊറ്റൊരു കാരണം കൊണ്ടാണ് എനിക്ക് ഇവിടെ എത്തിക്കണത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ വന്നത്. അതെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ റിലേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം ഈ പച്ച ഡ്രസ്സ് ഇട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നു. അത് കഴിഞ്ഞിട്ട് എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിയുമ്പോൾ ആൾക്കാർ ഓൾറെഡി വിചാരിക്കും ഓക്കെ നിങ്ങൾ സെറ്റായി കമ്മിറ്റഡ് ആയി. പിന്നെയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എവിടെ നിന്നൊക്കെയുള്ള ഗോസിപ്പുകളാണ് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയില്ല എന്നൊക്കെ പറഞ്ഞ് ആദ്യം സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അതിന് പിന്നാലെയാണ് തനുജയുടെ ലൈവും കൂടി വന്നപ്പോഴാണ് ആൾക്കാർ അത് കൺഫേം ചെയ്തു. ഇപ്പൊ നിലവിൽ നിങ്ങൾ ഒഫീഷ്യലി ബ്രേക്കപ്പ് ആയി. അതെ, ബ്രേക്കപ്പായി. ഞങ്ങൾ ബ്രേക്കപ്പാണ്. പക്ഷെ ഉള്ളിലെപ്പോഴും നമുക്ക് ഉണ്ടാവുമല്ലോ. എത്രയൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ച് പോയാലും ആ വ്യക്തി നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവില്ലേ? അത്രേ ഉള്ളൂ. എനിക്ക് ആദ്യം ഇതിനു മുമ്പ് ഒരു ബ്രേക്കപ്പ് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് എൻ്റെ ദേഷ്യം കൊണ്ട് ഞാൻ ആ ഫോട്ടോസ് അച്ചീവ് ചെയ്തു. പിന്നെ ഞാനത് ഫോട്ടോ എടുത്തിടുകയും ചെയ്തിട്ടുണ്ടായി. അതിന് ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് നമുക്കൊരു വ്യക്തിയിൽ നിന്ന് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളതൊരു വിവാഹത്തിന് മുമ്പേ മനസ്സിലാവും. അല്ല, ഇറങ്ങുന്നതാണ് ബെറ്റർ. എന്തിന് വെറുതെ ഒരു ഡിവോഴ്സ് അവിടെ ആവശ്യമില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഒരു റിലേഷൻ നോക്കിയിട്ടുള്ളത് അല്ലേ? അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനാണ് ഇത്രയും ടൈം അവർ പാരൻസ് തന്നതും. അപ്പോൾ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നിന്നിട്ട് കാര്യമില്ല. ഇല്ല, അതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് എപ്പോഴും ഷൈൻ എപ്പോഴും എൻ്റെ നല്ലൊരു ഫ്രണ്ടായിട്ട് എപ്പോഴും ലൈഫ് ലോങ് അങ്ങനെ തന്നെ ഉണ്ടാവും. ഒന്നുമില്ല, ഞങ്ങൾ ശത്രുക്കളോ അങ്ങനെ ഒന്നുമല്ല. എനിക്ക് എൻ്റെ ഫ്രണ്ടായിട്ട് എപ്പോഴും ഷൈൻ അവിടെ ഉണ്ടാവും. പിന്നെ ആൾക്കിങ്ങനെ എനിക്കറിയില്ല. ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട് വെച്ചാൽ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എപ്പോഴും ഉണ്ട്. ഇനി എപ്പോഴും അങ്ങോട്ട് ഉണ്ടാവും ചെയ്യും. വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അറിയില്ല എവിടെയെന്നുള്ളത്. ഞാനിപ്പം അക്കൗണ്ട് ഇടക്കിടക്ക് പോയി നോക്കും ആളുണ്ടോ. നമ്മള് എത്ര നാളും അതങ്ങനെയാണ്. അത് എത്ര ആയാലും നമ്മൾ അക്കൗണ്ട് പോയി നോക്കും ആളുണ്ടോ, എന്താണ് അവസ്ഥ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചേട്ടാ കണ്ടോ നീ എവിടെ ഉള്ളത്, എവിടെയെങ്കിലും ഉണ്ടോ. ആൾക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടുള്ളത് എനിക്ക് നല്ലോണം അറിയാം. അത് ആള് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അടി ഉണ്ടാക്കുകയാണെങ്കിലും വഴക്കിട്ടിട്ട് ആള് പോവുകയാണെങ്കിലും ഒരു 2 ദിവസമൊക്കെ പിടിച്ചു നിർത്തും. ആ പോട്ട പുല്ല് എനിക്ക് വേണ്ട എന്നുള്ളതിൽ ഞാൻ നിൽക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ഇതെവിടെയാണ്, എന്താണ് അവസ്ഥ അറിയാത്ത ടെൻഷൻ വരും ഉള്ളിൽ. എന്തൊക്കെയാണ്, എവിടെയാണ്, ഒന്നും അറിയുന്നില്ലല്ലോ. എല്ലാവരും വിളിച്ച് എന്നെ ചോദിക്കുന്നു ഷൈൻ എവിടെ, ചോദിക്കും എവിടെയാണ്. എനിക്ക് ഉത്തരം കൊടുക്കാനില്ല. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് വല്ലാണ്ട്
പ്രശ്നമാണ്. അതെപ്പോഴും ഞാൻ എനിക്കിപ്പോൾ 2 പ്രശ്നങ്ങളും വന്നപ്പോഴും എനിക്ക് അതിനിപ്പോഴും ഞാൻ ഓക്കെ ആയിട്ടില്ല. പിന്നെ അതിങ്ങനെ പോയോണ്ടിരിക്കുക. ഞാൻ എന്നെ തന്നെ ഓക്കെ ആയിട്ട് നീ ഓക്കെ ആണ് എന്നുള്ളതിൽ ഇങ്ങനെ കൊണ്ട് പോവുകയാണ് ഞാൻ. ഇത് പുറത്ത് നോക്കുമ്പോഴും മുഖത്ത് നോക്കുമ്പോൾ നീ ഇങ്ങനെ നിൻ്റെ ഫേസ് എന്താ ഇങ്ങനെ? കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളടുത്ത് ആരെങ്കിലുമൊക്കെ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നത് തന്നെ ഭയങ്കര സമാധാനമാണ്. അതിനൊരാളുണ്ട് ചോദിക്കാൻ. അത് എനിക്ക് പരിചയം കൂടി ഉണ്ടാവില്ല. എൻ്റെ റിക്വസ്റ്റിൽ മൊത്തം ചേച്ചി ഓക്കെ ആയിട്ടിരിക്കേ, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരിക്കും എന്തായിരുന്നു ഇത്ര നന്നായിട്ട് പോകുന്ന ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആവാനുള്ളൊരു റീസൺ? അതെനിക്കിപ്പോഴും അറിയില്ല. ഇല്ല, അതിന് എനിക്കതിന് മറുപടി എവിടെയും കൊടുക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് തമ്മിൽ എന്താണ് പെട്ടെന്നുണ്ടായത് ഒന്നും അറിയില്ല. ഷൈൻ പെട്ടെന്നൊരു കോണ്ടാക്ട് കട്ട് ചെയ്ത് പോയി എന്നുള്ളത് അതെന്താണെന്നുള്ളത് റീസൺ എനിക്കറിയില്ല. അതിൻ്റെ ആ റീസൺ അറിയാൻ വേണ്ടി ഷൈൻ എപ്പോഴും ഞാൻ കോണ്ടാക്ട് ചെയ്യും, ശ്രമിക്കുന്നുണ്ട്. അറിയില്ല ഇപ്പം ആൾക്ക് എന്തേലും, കാരണം ആളെ ഒരു ഫിലിം സ്റ്റാർ ആണ്. ചിലപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾ അടി ഉണ്ടാക്കുമ്പോൾ ആള് ഭയങ്കര ബുദ്ധിമുട്ടുന്നത് അഭിനയിക്കാൻ. ആൾക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ഫിലിമാണ്, ഫിലിം ചെയ്യണം അതന്നെ ലൈഫ് അതാണ്. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അടി ഉണ്ടാക്കി പോവുകയാണെങ്കിലും ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുകയാണെങ്കിലും ചേട്ടൻ അതിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പം അതൊരു ബുദ്ധിമുട്ട് കാരണമായിരിക്കാം, നല്ല ബുദ്ധിമുട്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ആള്. അപ്പം അതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ചേട്ടൻ തന്നെ പറയുന്നു ചേട്ടൻ റിലേഷൻ കൊണ്ടുപോകാൻ ഓക്കെ അല്ല, അതിന് പറ്റിയ ആളല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കതിന് തോന്നിയിട്ടില്ല. ആള് എന്നെ അത്രയും നോക്കിയിട്ടുണ്ട്. ചില ടൈമില് ഒരു വഴക്കുണ്ടാവാന്നല്ലാണ്ട് വഴക്കിപ്പോ ഏത് റിലേഷനിലും ഉണ്ടാവും. എൻ്റെ ഫ്രണ്ട്സും അവർക്കറിയാം എന്നെ എങ്ങനെ നോക്കിയിട്ടുണ്ട് എന്നുള്ളത്. എനിക്കിപ്പം എന്തേലും പറ്റുകയാണെങ്കിലും എൻ്റെ അടുത്തിരുന്ന് അങ്ങനെ ഇതാക്കി നിന്നിട്ടുണ്ടായിരുന്ന ആളാ. പക്ഷെ അതെന്താന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പം മെയിൻ ആയിട്ടുള്ള ഒരു കൺസേൺ നമ്മളിപ്പോൾ നിലവിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെ തനൂജ ഷൈൻ ടോം ചാക്കോക്ക് എതിരെയായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. ഇല്ല, പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെട്ടതാണ്. അതെ, കുറച്ച് വ്യൂസിനും ലൈക്സിന് വേണ്ടിയിട്ട്. കാരണം ഞാൻ നോക്കുമ്പം, ഞാൻ ഫുള്ളും യൂട്യൂബിൽ നോക്കുമ്പം ഈ ഒരു ലൈവും ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളുമാണ് പറയുന്നത്. തനൂജ ലൈവിൽ വന്ന് പൊട്ടിക്കരഞ്ഞു, ഞാൻ പൊട്ടിക്കരഞ്ഞു. ഞാൻ വരെ ചോദിച്ചിട്ടില്ലേ നീ എപ്പോഴാ ലൈവിൽ വന്ന് കരഞ്ഞത്? അത് ഇപ്പൊ ചോദിച്ചു. അപ്പൊ ഞാൻ നോക്കി, ഞാൻ എവിടെ കരഞ്ഞത്? ഞാൻ വന്നിട്ട് കരഞ്ഞിട്ടില്ല. രണ്ടാമത് ഞാൻ ഇതിനെ എതിർത്തിട്ട് സംസാരിച്ചപ്പോഴാണ്, കാരണം ഞാൻ ഇങ്ങനെ ഒരു ഇതിലാണപ്പോഴാണ് ഞാൻ ചെറുങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് പൊട്ടിപ്പോയത് ആ ഒരു ടൈം, രണ്ടാമത്തെ ഒരു ലൈവില്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണ്. പക്ഷെ എനിക്ക് ഇത്രേ വേണ്ടുള്ളൂ, ആളെ മനസ്സിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു, കാരണം ഞാൻ ബ്രേക്കപ്പ് ആയപ്പം ഇവള് എന്നെ എതിരെ സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളത് എനിക്ക് പാടില്ല. കാരണം ഞങ്ങൾ ആ റിലേഷൻ അങ്ങനെ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നതാ. എനിക്കിപ്പം എൻ്റെ എന്തിനാണെങ്കിലും എൻ്റെ പോസ്റ്റിൻ്റെ താഴെ വന്നത് അപ്പോഴേ പറഞ്ഞതല്ല ഇത് അധികം പോവില്ല എന്നുള്ളത് എന്ന് പറയുമ്പോഴും എനിക്കത് എത്രത്തോളം പോകണം എന്നുള്ളത് അത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ നിൽക്കുക, അല്ലേ? അല്ലാണ്ട് പെട്ടെന്ന് ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പോണ കാര്യമല്ല അത്. അപ്പം ഇപ്പം എതിരെ കുറേ വരുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. അങ്ങനെ ഇപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതും എനിക്ക് ഏകദേശം ഒരു ഇതുണ്ട്. ഇപ്പം പുറത്തിറങ്ങുമ്പോഴും കേൾക്കണതും പലതാണ്. ഈ സൈബർ അറ്റാക്സ് അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ നിലവില് ഇങ്ങനെ ഇപ്പൊ ഒരു ന്യൂസ് വന്നല്ലോ, അപ്പൊ എന്തെങ്കിലും സൈബർ അറ്റാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഫേസ് ചെയ്യുന്നുണ്ടോ? ഞാൻ കണ്ടതിൽ 2-3 കമന്റേ ഉള്ളൂ. അതൊന്നും എന്നെ ഇപ്പത്തെ എന്റെ സിറ്റുവേഷനിലാവുന്ന എന്നെ ബാധിക്കില്ല. ഇല്ല, ആ സിറ്റുവേഷനിൽ കടന്നുപോയ എനിക്ക് ഈ കമന്റ് ഒന്നും ബാധിക്കില്ല. അതിനും വലുതല്ലല്ലോ ഇത്. ഈ കമന്റ്സും കാര്യങ്ങളൊന്നും എനിക്ക് എൻ്റെ ലൈഫിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണതൊന്നല്ല അത് വലിയതില്ല. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇല്ല, എനിക്ക് വന്ന മെസ്സേജസ് മൊത്തം സപ്പോർട്ടായിട്ടാണ്. ടെൻഷൻ ആവരുത്, ഓക്കെ ആവണം ചേച്ചി എന്ന് പറഞ്ഞിട്ട്, അല്ലാണ്ട് ആരും വന്നിട്ട് എതിരെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഇതും എനിക്ക് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ ഒരു പക്ഷേ ചില ഈഗോസ് ഒക്കെ കാരണം മിണ്ടാണ്ടിരിക്കുന്നതാണ്. രണ്ടിൽ ആരെങ്കിലും ഒരാളിപ്പോ ഒന്ന് ഈഗോ ഒക്കെ മാറ്റി വെച്ച് സംസാരിച്ച് ഒരുപക്ഷെ റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ പറ്റുമെങ്കിലോ? എനിക്ക് അതിനെക്കുറിച്ചൊരു മറുപടി സത്യത്തിലില്ല. അതിന് മറുപടി എനിക്ക് ഇപ്പോഴും തരാൻ പറ്റില്ല.
എന്താന്ന് വെച്ചാൽ ഞാനിപ്പം ചേട്ടനൊപ്പം മുന്നിൽ കണ്ടുപോയാൽ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി പോവും. അത് അങ്ങനെയാണ്, കൂടുതലൊരു അറ്റാച്ച്മെന്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം ആൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചേട്ടൻ എപ്പോഴും ഞാൻ കൂടെ വേണം. അതെ, ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇന്റർവ്യൂസിനൊക്കെ വരുമ്പോൾ എപ്പോഴും ഞാൻ ഇവിടെ കൊച്ചിയിൽ വന്നാൽ എപ്പോഴും കൂടെ വേണം. പക്ഷെ ഞാനാണ് എന്തെങ്കിലുമൊക്കെ സ്കിപ്പ് ഇട്ടിട്ട് റൂമിലേക്ക് പോയി ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇരിക്കണം എന്ന് പറയുമ്പം ആൾക്ക് കുറച്ചൊരു ഇതുണ്ടാവുമായിരുന്നു. അപ്പം അതിൻ്റെ ഒക്കെ ചെറിയ അവിടെയാണ് മെയിനായിട്ട് വഴക്ക് വരാറ്. എനിക്ക് എൻ്റെ ആൾക്കാട്ടി കൂടുതലായിട്ട് ഞാൻ ഫ്രണ്ട്സിനെ കണ്ടുപോയി. കാരണം എൻ്റെ ചെറുതിലെ എനിക്ക് ഉണ്ടായിരുന്നത് ഫ്രണ്ട്സ് തന്നെയാണ്, ഫാമിലി അങ്ങനെ അല്ലായിരുന്നു. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തൊരു അവരെ പെട്ടെന്ന് വിശ്വസിക്കും. എൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ആൾക്കാരെ പെട്ടെന്ന് വിശ്വസിച്ചാണ് ഞാൻ. ഇത് എന്തിനു വരണം ഒന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ പെട്ടെന്ന് വിശ്വസിച്ചിട്ട് അത് തലയിൽ ഏറ്റി നടന്നിട്ട് പെട്ടെന്ന് എനിക്കൊരു അടി ഉണ്ടാകുമ്പോഴാണ് ഞാൻ ഇത് വേണ്ടായിരുന്നു, അങ്ങനെ വേണ്ടായിരുന്നു എന്നുള്ളത് തോന്നുക. എനിക്കിപ്പോൾ ഒരു അടി കിട്ടിയപ്പോഴും ഞാൻ വിചാരിക്കും അത് ഇപ്പോഴും എനിക്കത് അതിനൊരു ഉത്തരം ഇപ്പോഴും പറയാൻ പറ്റണില്ല. കാരണം അത് പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലാവും. അതങ്ങനെയാണ്, ഞാൻ പെട്ടെന്ന് ഒരാളെ വിശ്വസിച്ചിട്ട് അങ്ങനെ നിൽക്കും. അതാണ് എനിക്കും തെറ്റ് പറ്റിയത്. ഇപ്പം ഒരിക്കലും ഞാനിപ്പോഴും പറയും, എൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ പഠിച്ചതെന്താ വെച്ചാൽ ആരും വിശ്വസിക്കരുത്. നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ആരും ഉണ്ടാവില്ല. ഇപ്പൊ ഒരു പ്രശ്നം വരികയാണെങ്കിലും ഒരു കുറച്ച് ടൈം ഉണ്ടാവും, പക്ഷെ എന്തുണ്ടെങ്കിലും നമ്മൾ ലൈഫ് തരണം, നമ്മൾ തന്നെ പോകണം. അല്ലാണ്ട് വേറെ ആരും വരില്ല. ആരും വരില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി വരെയിരിക്കും, എന്നാലും വേറെ ആരും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ചില സിറ്റുവേഷൻസിൽ ഫാമിലിക്കും ഒരു പരിധി ഉണ്ടാവും. അതെ, കാരണം നമ്മുടെ അവസ്ഥ എന്താന്ന് കറക്റ്റ് നമുക്ക് മാത്രമേ, രാത്രി കിടന്നുറങ്ങുമ്പോഴായിരിക്കും ശരിക്കും നമ്മുടെ ആ അവസ്ഥ എന്താന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്നത്. അയ്യോ, എനിക്ക് ഉറക്ക് തന്നെ ഇല്ലേ ഇപ്പോൾ. ഞാന് ഉറങ്ങാൻ അറിയണത് രാവിലെ ആവും. അതുവരെ ഈ ഫോണിൽ ഇങ്ങനെ നോക്കി ഭയങ്കര ടെൻഷനാണ്. എന്താ ചെയ്യണ്ടേ ഇനി, എന്ത് ഫാമിലിയുടെ മുന്നിൽ എന്ത് ക്വസ്റ്റ്യൻ പറയും, ഞാൻ എന്തുത്തരം പറയും. എൻ്റെ ഉമ്മ എന്നെ വിളിച്ചിട്ട്, എൻ്റെ ഉമ്മ എനിക്ക് അയച്ചു തരിക ബ്രേക്കപ്പ് ആയതിൻ്റെ ന്യൂസ്, ഇതെന്താ മോളേന്ന് വെച്ചിട്ട്. ഞാനിത് ഒന്നും ഞാൻ മിണ്ടിയില്ല. എൻ്റെ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു, കെട്ടിയോൻ എവിടെ അങ്ങനെ വിളിച്ചിട്ട് ചോദിക്കും. അവിടെ ഉണ്ട് ഉമ്മ, അവിടെ കൊച്ചിയിലുണ്ട്, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ആള് എനിക്ക് ഭയങ്കര, എനിക്ക് എൻ്റെ ഉമ്മനോട് എന്തും പറയാം, എന്തും തുറന്നു പറയാം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഫസ്റ്റിൽ എൻ്റെ ഉമ്മ തന്നെയാണ്. എന്തും പറയാം. എനിക്ക് ഈ റിലേഷൻ വന്നപ്പോഴും എൻ്റെ ഉമ്മ നീ ഓക്കെ ആണല്ലോ, എന്നാൽ നിന്റെ ഇഷ്ടം പോലെ നീ എല്ലാം ചിന്തിച്ചിട്ട് നിന്റെ ഇഷ്ടം പോലെ നീ ചെയ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഞാൻ ഈ മോഡലിങ്ങിലേക്ക് ഇറങ്ങുമ്പോഴും, ഞാനൊരു മുസ്ലിമാണ്, ഇറങ്ങുമ്പോഴും എൻ്റെ ഉമ്മ പറഞ്ഞെന്താ വെച്ചാൽ നീ ചിന്തിച്ചിട്ട് ചെയ്, വേറെ വള്ളിയിലേക്കൊന്നും നീ പോകരുത്, കൊച്ചിയാണ് എന്ന് പറയുമ്പോഴും ഞാൻ എല്ലമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ ആ ഉമ്മ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ എനിക്കതിനൊരു ഉത്തരമില്ല. എന്താണ് ഇവിടെ നടക്കണത്? ആള് യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് എനിക്ക് അയച്ചുതരാം, ഇൻസ്റ്റാഗ്രാമൊന്നും ഇല്ല. അപ്പം ഇത് അയച്ചു തരുമ്പോൾ ഞാനിതിങ്ങനെ ഒരു മറുപടിയും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉമ്മ ഇപ്പം എന്നെ വിളിക്കൂല, അറിയാം സിറ്റുവേഷൻ എന്താന്നുള്ളത്, ഞാൻ സംസാരിക്കില്ല എന്നറിയാം. അപ്പോൾ ഈ ആര് വിളിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യില്ല, മറുപടി ഇൻസ്റ്റയിൽ വരികയാണെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ മറുപടി കൊടുക്കാന്നല്ലാണ്ട്. അത് ഉമ്മക്ക് നല്ലോണം അറിയാം ഇപ്പം എൻ്റെ സിറ്റുവേഷൻ എന്താണ്. ആകെ അറിയണത് ആ വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പും എൻഗേജ്മെൻ്റ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പം പബ്ലിക്കും അറിഞ്ഞു, ഇപ്പം പിന്നെ ഫാമിലി മെമ്പേഴ്സൊക്കെ അറിഞ്ഞല്ലോ. അപ്പം ഇപ്പോൾ ഈ ഒരു ന്യൂസ് വന്ന സമയത്ത് ഉമ്മയുടെ കാര്യം പറഞ്ഞു, അതല്ലാതെ മറ്റുള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ ഇല്ല, ഫാമിലിയായിട്ട് ഞാൻ കണക്ഷൻ ഇല്ല. ഒന്നാമത് ഈ കൊച്ചിയിൽ വരുമ്പോൾ ഞാൻ ഒറ്റക്കാണ് വന്നത്. എൻ്റെ ഫാമിലിയായിട്ട് ഞാനൊരു കണക്ഷനും ഇല്ല. കാരണം അത് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം എനിക്ക് കുറേ മെസ്സേജ് വരും, അതൊക്കെ ഓരോ ഗ്രൂപ്പിൽ വരണത്. ഇത് ഗ്രൂപ്പിൽ വന്നതാ തനു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഓക്കെ. ഇത് എനിക്കറിയാം ഇതെത്ര. ഇപ്പം എനിക്ക് എൻ്റെ ബേസിലുള്ള ഫ്രണ്ട്സൊക്കെ ഇവർക്കൊന്ന് ഫുൾ കോളും കാര്യങ്ങളാ. ഇത് നിന്റെ ഫ്രണ്ട് അല്ലേ, ഇതിങ്ങനെയാണല്ലോ ന്യൂസ്. അപ്പോൾ അവരും പറയും അത് അവരെ പേഴ്സണൽ അല്ലേ, അതെന്തെങ്കിലും ആവട്ടെ. ഈ ഒരു ബുദ്ധി പോലും മീഡിയാസിനില്ല, ഈ കണ്ടന്റ് ഉണ്ടാക്കുന്നവർക്ക് പോലും ഇല്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളും എന്താന്നുള്ളതൊന്നും ഇവർ ചിന്തിക്കുന്ന അത്ര ബുദ്ധി പോലും ഇവർക്കില്ല. അപ്പൊ അതൊക്കെയാണ്. ഫാമിലി ആരൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞില്ലേ കോണ്ടാക്ട് ഇല്ല എനിക്ക്. ഞാൻ ഒറ്റക്ക് തന്നെയാണ് നിൽക്കണതും
അതങ്ങനെ തന്നെയാണ്. ഓക്കെ. ലൈഫ് ലോങ് അങ്ങനെ തന്നെ ആയിരിക്കും. അതിൽ ഇല്ലാത്തൊന്നുമില്ല. ഇനിയിപ്പം ലൈഫിൽ ഇനി വേറൊരു പാർട്ട്ണറിനെ കുറിച്ചിട്ട് കുറച്ച് ഇതിപ്പോ ഹീലായി കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ബ്രദർ, എനിക്ക് 2 അനിയന്മാരാണ്. ആദ്യം തന്ന ഉപദേശം എന്താന്ന് വെച്ചാല്, നീ കുറച്ച് കാലം നീ ലൈഫിൽ ആരും കൊണ്ടുവരണ്ട, സിംഗിളായിട്ട് നീ നിൽക്കണതാണ് നിനക്കിപ്പ ബെറ്റർ. അവന് എൻ്റെ അനിയൻ എന്ന് പറയണ, ഞാൻ ഭയങ്കര ജീവനവനെ, എനിക്ക് എന്തെങ്കിലും പറ്റണതൊന്നും അവൻ സഹിക്കില്ല. അപ്പം ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ വെച്ചാല്, നീ കുറച്ച് കാലം അങ്ങനെ നിൽക്ക്, നിനക്ക് അതാണ് നല്ലത് എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, നീ നല്ല രീതിയിൽ നിൽക്കുന്നതനോ, നീ ഒരു ഫാമിലി ആയിട്ട് കാണാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതിനൊക്കെ 17 വയസ്സേ ഉള്ളൂ. പക്ഷെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ നീ ഫാമിലി ആയിട്ട് കാണണം വിചാരിച്ച് നിന്നിട്ടുണ്ടായിരുന്നതാ, ഇപ്പം എന്തായാലും ഒന്നും വേണ്ട, നീ നിന്റെ ജോബും കാര്യങ്ങളായിട്ട് അങ്ങനെ പോവും. അവനാണ് എനിക്ക് ഉപദേശം തരണത്. ഞങ്ങൾ തമ്മിൽ 9-10 വയസ്സിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അവനത് തരുമ്പോൾ ഞാൻ എന്താ പറയാനാ, എപ്പോഴും എനിക്ക് മെസ്സേജ് ആക്കും, നീ ഓക്കെ അല്ലേ, ഞാൻ വരണോ, ഞാൻ വരാല്ലേ, നീ വീട്ടിലേക്ക് പോവാ. ഞാൻ വീട്ടിലേക്ക് ഞാൻ വരണില്ല എന്നിട്ട് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓക്കെ. എനിക്ക് തോന്നുന്നു ഒരു ചിലപ്പോൾ ഒരു വട്ടം ഒന്ന് കോൾ ചെയ്താൽ അല്ലെങ്കിൽ സംസാരിക്കാൻ ട്രൈ ചെയ്താൽ ഒരുപക്ഷെ വർക്കൗട്ട് ആയാലോ, അല്ലെങ്കിൽ നാളെ നമ്മൾക്കൊരു റിഗ്രറ്റ് വരരുത്, എനിക്ക് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യായിരുന്നു എന്ന്. അല്ല, അത് എന്താന്ന് വെച്ചാല് ഇതൊരാൾക്ക് മാത്രം തോന്നേണ്ട കാര്യമല്ല. ആണോ, ചിലപ്പോൾ ആൾക്കും മൈൻഡിൽ അവൾ വിളിക്കട്ടെ അങ്ങനെ ട്രൈ ചെയ്തതാണ്, എല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതൊരാൾക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ല, നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾക്കും കൂടി ഇത് തോന്നണം. ഇതല്ലെങ്കിൽ നമ്മൾ ഇത്രത്തോളം മെസ്സേജ് അയച്ചിട്ട്, ഇത്രത്തോളം കോളും ചെയ്ത്, ആ ഒരു ഫ്രണ്ട്സിനെയും വിളിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് അവിടെ ഒരു ഒന്നുമില്ല എന്നറിയുമ്പം അത് സ്റ്റോപ്പ് ചെയ്യാന്നല്ലാണ്ട് വീണ്ടും നമ്മൾ വിളിക്കേണ്ട കാര്യമില്ല അവിടെ. ഞാൻ കുറേ ശ്രമിച്ചതാണ്, എന്താണ് പ്രശ്നം എനിക്കറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിന് ഇപ്പോഴും എനിക്കൊരു ക്ലാരിഫിക്കേഷൻ ഇല്ല. ആളിനെ തിരിച്ചു വന്നാൽ സ്വീകരിക്കും? അത് ഇല്ല. കാരണം എന്താ വെച്ചാൽ സ്വീകരിക്കില്ല, എനിക്കത് പറ്റില്ല. കാരണം വെച്ചാൽ ആളെ വൈബിലാണ് നിൽക്കണത്. ആളിനെ പറയേണ്ട ആൾക്ക് റിലേഷൻ സെറ്റ് ആവില്ല. ഇൻ കേസ് ഞാനിപ്പോൾ സെറ്റായി, നാളെ ഞാൻ ആളെ മാരേജ് ചെയ്തു, എൻ്റെ ലൈഫ് അവിടെ പകുതി മുടങ്ങിപ്പോയാൽ എനിക്ക് വീണ്ടും എൻ്റെ ഫാമിലിയിൽ ഒരു ഉത്തരം കൊടുക്കാനില്ല. ചേട്ടൻ എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ചേട്ടൻ്റെ വൈബും കൊണ്ടും ആൾക്കാളെ ഫിലിമാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ അതിലൊരു ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടും ഞാൻ കുറച്ച് ബാക്ക് വലിക്കുന്നുള്ളൂ, അല്ലാണ്ടൊന്നുമില്ല. എപ്പോഴും ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും, നല്ല ഫ്രണ്ടായിട്ട് തന്നെ കൂടെ ഉണ്ടാവും. എനിക്കിപ്പോൾ എന്തൊക്കെ പ്രശ്നം വന്നാലും ഞാൻ കൂടെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അതിപ്പോൾ എന്തായിക്കോട്ടെ, എന്ത് പ്രശ്നമായാലും. എനിക്ക് ഇപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്താ ആൾക്ക് ചിന്തിച്ച് ആൾക്കാർ കാണുന്നവർക്ക് മനസ്സിലാവും ഷൈൻ എങ്ങനെയെന്നുള്ളതും. ഞാൻ ഒരിക്കലും ഷൈൻ എങ്ങനെ എന്നുള്ള വ്യക്തിയിലല്ല ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. ഷൈൻ എൻ്റെ അടുത്ത് എങ്ങനെയാണോ അതേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് മറ്റുള്ളവരുടെ അടുത്ത് ഷൈൻ എങ്ങനെ എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. ഷൈൻ എപ്പോഴും എനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു, എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടും അങ്ങനെയൊക്കെ നിന്ന്. ഞാൻ ഏതൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ആളെന്നെ അങ്ങനെ തന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നതും. അപ്പം ഷൈന് എങ്ങനെയെന്നുള്ളത് മറ്റുള്ളവർ കാണുന്ന പോലെയല്ല. ഇത്രയും കാലം എൻ്റെ ഇതിൽ ഷൈൻ എനിക്ക് ഓക്കെയാണ്. അപ്പം പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. മറ്റുള്ളവരെ ഞാൻ എപ്പോഴും പറയണ കാര്യം എന്താ വെച്ചാൽ, അവിടെയും ഇവിടെയും കേട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് ഒരാളെ കാണുമ്പോൾ ഉള്ള കാര്യങ്ങളോ അല്ല. ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ അത് അവരോട് തന്നെ സംസാരിച്ച് നിൽക്കണം. അല്ലെങ്കിൽ ഇപ്പം അവള് കണ്ടില്ല, അവൻ്റെ ആവശ്യം കഴിഞ്ഞ് അവൻ പോയി, അല്ലെങ്കിൽ അവളതാണ് എന്നുള്ളതിനെക്കാട്ടി അവളോട് സംസാരിച്ചിട്ട് അവൾ എന്താന്ന് അറിയണതാണ് ഏറ്റവും നല്ലത്. അല്ലാണ്ട് മറ്റുള്ളവർ കേട്ടിട്ട് അവൾ അതാണ് ഇതാണെന്ന് കേട്ടിട്ട് അവളെ ഒരിക്കലും ഒരു മനുഷ്യനെയും വിലയിരുത്താൻ പാടില്ല. ഞാനതാണ് പറയണത്. എനിക്ക് തോന്നുന്നു കുറെ അത് നോർമലി ഉള്ളതാണ്. ഇപ്പം ഒരാൾ പറയും അതങ്ങനെയാണെന്ന് പറയുമ്പോൾ ഞാൻ അതിങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ കുറിച്ച് പറയണതും കാര്യങ്ങളും. പക്ഷെ അതിന്റെ പെണ്ണല്ലേ അത്രേ. ഞാൻ പറഞ്ഞ അതിലെന്താണ് തെറ്റ്, അവിടെ എന്താണ് തെറ്റ്? അത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ ആരായിട്ട് റിലേഷൻ ആവണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് പറയണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്.
എൻ്റെ ഡ്രസ്സിങ്ങും അങ്ങനെ തന്നെയാണ്. അത് എൻ്റെ ഇഷ്ടമാണ്, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. അല്ലാണ്ട് കാരണം ഇവരാരും അല്ല എനിക്ക് ചെലവിന് തരണത് അല്ല. അപ്പം എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് പറ്റുള്ളൂ. അല്ലാണ്ട് ഇവരെ ഉപദേശം കേട്ടിട്ട് എനിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. ഉപദേശം നല്ലതാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കും, അല്ലാത്ത പക്ഷം കേട്ട് ഇതിലൂടെ പോകും. ഇപ്പൊ ഈ ഒരു ന്യൂസ് വന്ന സമയത്ത് ഷൈൻ ടോമിന്റെ ഫാമിലി അങ്ങനെ ആരെങ്കിലും കോണ്ടാക്ട് ഇല്ല, ആരായിട്ട് കോണ്ടാക്ട് ഇല്ല. ഇവരൊന്നും കോണ്ടാക്ട് ചെയ്തിട്ടും ഇല്ല. അന്വേഷിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ നീ ന്യൂസ് കണ്ടു? ഇല്ല, ഷൈൻ്റെ അടുത്തൊന്നും ഇതുവരെ എനിക്കൊരു യാതൊരു കോണ്ടാക്റ്റും വന്നിട്ടില്ല. ഷൈൻ എൻ്റെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ നോക്കാന്നല്ലാണ്ട് ഇതുവരെ യാതൊരു മെസ്സേജും കാര്യങ്ങളും ഇപ്പം 1.5 മാസമായിട്ട് ഒന്നുമില്ല. പക്ഷെ ഷൈൻ ഞാൻ എവിടെയാണ് എന്താണെന്നെല്ലാം അവൻ അറിയുന്നുണ്ട്, അതെനിക്കറിയാം. അന്വേഷിക്കുന്നുണ്ട്, അന്വേഷിച്ചറിയുന്നുമുണ്ട്. എനിക്കത് മതി, ഞാനും അറിയുന്നുണ്ട്. ഒരു അത്ര മതി. എനിക്ക് ആ ഒരു സമാധാനത്തിൽ ഞാൻ ജീവിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ റിലേഷനിൽ വേറൊരു ഇത് പറ്റിയിട്ടുണ്ടായി. മൂന്നാമതൊരാൾ, ഒരിക്കലും ഒരു റിലേഷനിലും മൂന്നാമതൊരാൾ വരാൻ പാടില്ല. ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ്, ഇപ്പം മസ്താനിൻ്റെ അടുത്ത് എനിക്കൊരു എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു തെറ്റിദ്ധാരണ അതുണ്ട്. പക്ഷെ അത് എനിക്ക് മറ്റുള്ളവരെ വിട്ടിട്ടല്ല എനിക്കത് തിരുത്തേണ്ടത്. അത് ഞാൻ നേരിട്ട് വന്നിട്ടാണ്. നിനക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് നേരിട്ട് വന്നിട്ടാണ് ചോദിക്കേണ്ടത് അല്ലേ, അല്ലാണ്ട് അത് മൂന്നാമതൊരാളെ വിട്ടിട്ടല്ല ചോദിക്കേണ്ടത്. അപ്പൊ എൻ്റെ ലൈഫിൽ ഏകദേശം ഇങ്ങനെ തന്നെ ഞാൻ സംഭവിച്ചിട്ടുള്ളത്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് മൂന്നാമതൊരാൾ ഇടപെട്ടിട്ട് അതിന് വേറൊരു വഴിക്ക് കൊണ്ടുവന്ന് അത് വേറൊരു രീതിയിൽ ചിന്തിച്ച് അങ്ങനെ കൊണ്ടുപോകുന്നതാണ്. ശരിക്കും അതങ്ങനെയല്ല വേണ്ടത്. ഞാൻ എപ്പോഴും എൻ്റെ അടുത്തും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഞാൻ പറയും, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ഞാൻ വഴി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സങ്കടം ആയിട്ടുണ്ടെങ്കിലോ അത് എൻ്റെ അടുത്ത് പറയണം. അല്ലാണ്ട് അത് മൂന്നാമതൊരാൾ ഇടപെട്ട് അത് ചോദിച്ച് അത് അവരറിഞ്ഞ് അവരെ വഴി വേറെ ആൾക്കാരറിഞ്ഞ് നമ്മളെന്തിനാണ് സ്വയം നാറണത് അല്ലേ? അത്രേ ഉള്ളൂ. അതാണ് ഇപ്പം എൻ്റെ ലൈഫിൽ മെയിൻ ആയിട്ട് നടന്ന സംഭവങ്ങൾ. ഓക്കെ, ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻസ്? എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? പ്ലാൻ ഇപ്പം കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട്. അങ്ങനെ പോണം എനിക്ക് കുറച്ച്. എൻ്റെ ഇതിൽ ഞാനിപ്പം പഠിക്കുകയാണല്ലോ, അത് ഫുൾ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട്. അതിപ്പോൾ ലാക്മിയിലാണ് ഞാൻ പഠിക്കണത്. ക്ലാസ്സിന് പോയിട്ട് 1.5 മാസമായി. പോയിട്ടൊന്നുമില്ല. മിസ് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എവിടെയാ എന്താ. ഞാൻ വരും, കുറച്ച് പ്രശ്നത്തിലാണ്, ഞാൻ വന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ളാക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മോഡലിങ്ങും കാര്യങ്ങളും അങ്ങനെ പോകണം. അല്ലാത്ത കുറച്ച് പ്ലാനും കാര്യങ്ങളും ഉണ്ട്. കാരണം എങ്ങനെ പോയാലും നമുക്കൊരാളുണ്ടെന്ന് ഏത് കാലത്തും ഇങ്ങനെ വിചാരിച്ച ഒരാൾ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് നമ്മൾ തന്നെ ഉള്ളൂ എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൽ മാത്രം നടക്കുക. ഓക്കെ, മെയിനായിട്ട് ഇപ്പോൾ ഈ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് തന്നത്. ഇനിയിപ്പം ഇങ്ങനത്തെ ലൈഫിൽ കുറേ സ്ട്രഗിൾസ് ഒക്കെ ചെയ്യുന്ന സ്ട്രഗ്ലിങ് പീരിയഡ്സ് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോഴും കുറേ മെൻ്റലി ഇമോഷണലി ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. പുറമെ ഇപ്പം ഇങ്ങനെ ചിരിച്ച് അല്ലെങ്കിൽ ഇനി കമൻസ് വരും, നീ ഇത്ര ബ്രേക്കപ്പ് ആയിട്ടും മേക്കപ്പ് ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ട് ഇരിക്കുന്നു, വീഡിയോ ചെയ്യുന്നു, സ്റ്റോറി ഇടുന്നു, നിനക്കൊരു വിഷമവും ഇല്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഉള്ളിനുള്ളിൽ നമ്മൾ എന്താണ് ഫീൽ ചെയ്യുന്നത് നമുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക ഒരു ആശ്വാസമായിട്ട് ഫീൽ ചെയ്ത വ്യക്തി ഇപ്പം നിലവിൽ ആരാണ്? ഉമ്മയാണോ, ഫ്രണ്ട്സ് ആണോ? എനിക്ക് സത്യത്തിൽ ആരുമില്ല. ആരുമില്ല എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ റൂമിലിരുന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാണ്ടിരുന്നിട്ട് ഞാൻ അങ്ങനെ ചിന്തിക്കും, എന്താണ് നീ ഇങ്ങനെ ആയിപ്പോയത്, എന്താ നിനക്ക് പറ്റിയത്. ഞാനത് ചോദിച്ച് ഞാൻ തന്നെ എന്നെ ഓക്കെ ആയിട്ട്, കാരണം നമ്മൾ എവിടെയൊക്കെ ആശ്വാസം കണ്ടെത്താൻ പോയോ അവിടെയൊക്കെ എനിക്ക് പണിയിട്ടിട്ടുള്ളൂ. ഞാനിപ്പോഴും പറഞ്ഞെന്താ വെച്ചാൽ എനിക്കിപ്പോൾ ആരും വിശ്വാസമില്ല, ഉള്ള പറയാലോ, എനിക്ക് ആരും വിശ്വാസമില്ല. അവരിപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഞാനിപ്പം അതൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ നിൽക്കണത്. കാരണം എനിക്ക് അത്ര പണി എന്ന് മുതൽ എനിക്ക് എൻ്റെ ഓർമ്മകളിൽ ഞാൻ ഇതുവരെ ഹാപ്പി ആയിട്ട് ഞാൻ നിന്നിട്ടില്ല. അന്ന് മുതലേ എനിക്ക് ഫുള്ളും ടെൻഷനും കാര്യങ്ങളും ഒറ്റപ്പെടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഇപ്പോഴും ഞാൻ അങ്ങനെയാണ്. എനിക്ക് എന്തെങ്കിലും സങ്കടം വന്നാൽ ഞാൻ റൂമിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ആരെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവും, ഒന്ന് എന്നെ പുറത്ത് കൊണ്ടുപോകാൻ, ഞാൻ ഓക്കെ അല്ല, എനിക്ക് ഒട്ടും ഓക്കെ ആവാൻ പറ്റുന്നില്ല, അത്ര സാഹചര്യം വരുമ്പോഴേ ഞാൻ നിൽക്കുള്ളൂ. അപ്പം പുറത്തൊന്ന് പോവും. അപ്പോഴും ഞാൻ ചിരിക്കുക എന്തെങ്കിലും കണ്ടാൽ അവൾ ഹാപ്പിയാണ്,
അവൾക്കൊരു പ്രശ്നവുമില്ല എന്നുള്ളത് അപ്പുറത്തുള്ള ആൾക്കാർ വിചാരിക്കുക. അവള് ഹാപ്പി ആണല്ലോ, അവൾക്കൊരു കുഴപ്പമില്ലല്ലോ. ഞാൻ കാണുമ്പോൾ അവള് പാർട്ടിക്ക് പോകുന്നു, അങ്ങനെയാണ്. ഇൻസ്റ്റയില് ആക്റ്റീവ് ആവുന്നു. എന്നിട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഇത് ഞാനിതൊക്കെ ചെയ്യണത് ഞാൻ എന്നെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ, മറ്റുള്ളവരെ ഓക്കെ ആക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ എത്രത്തോളം മറ്റുള്ളവരെ ഓക്കെ ആക്കിയ അതിനാണ് ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കണത്. അവരെ ഓക്കെ ആയിട്ട് ഞാനുണ്ടടാ കൂടെ എന്ന് ഞാൻ എപ്പോഴും പറയും. കാരണം വെച്ചാൽ ഞാൻ ഇതുവരെ സെൽഫിഷായിട്ട് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഞാൻ ഉണ്ട് കൂടെ, നിനക്ക് പ്രശ്നമാണോ, ഞാൻ ഉണ്ട്, എന്ത് പ്രശ്നമുണ്ട് ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു നിന്ന് എനിക്ക് തന്നെ അതൊരു പ്രശ്നമായി മാറിപ്പോയി. ഇപ്പം എനിക്ക് ആരുമില്ല. ഞാനിതിങ്ങനെ ഒറ്റക്ക് നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, എന്തിനാ നീ ഇതൊക്കെ കാണിച്ചു കൂട്ടിയത്, ആർക്ക് വേണ്ടിയിട്ടാണ് നീ ഇത് ചെയ്തത് എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ വരുമ്പം മുന്നോട്ടും നീ ഇങ്ങനെ തന്നെയാണ് എന്ന് എൻ്റെ മനസ്സിനെ പറഞ്ഞിട്ടാണ് ഞാൻ നിർത്തിയത്. നീ ഇങ്ങനെ തന്നെയായിരിക്കും, ആരും നീ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക, ഒരാളെ കണ്ട് നിൽക്കുക ഒന്നും ചെയ്യരുത്, ഇങ്ങനെ തന്നെയാണ് ലൈഫ് എന്നുള്ളത് ഇങ്ങനെ തന്നെ ഇതാണിപ്പോൾ. അല്ലാണ്ട് ഞാൻ മറ്റുള്ളവർ വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് കരച്ചിലൊക്കെ വരിക, നല്ല സങ്കടം വരുമ്പോൾ ആരെങ്കിലും ഒന്ന് മുന്നിൽ വന്നിട്ടൊന്ന് എന്നെ കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒരു ഹഗ്, എനിക്കത് മതി. ഒന്ന് കരഞ്ഞൊന്ന് എനിക്ക് തീർക്കണം. കാരണം ഞാൻ എത്ര നേരം ഇത് ഉള്ളിലിങ്ങനെ വെച്ച് നടക്കും. എനിക്കിതിങ്ങനെ പറയാണ്ട് ഇങ്ങനെ എത്രയെന്ന് വെച്ചാൽ അങ്ങനെ നടക്കും. പറഞ്ഞ് ഞാൻ റൂമിലിരുന്ന് അത്ര ഒച്ചയിൽ ഞാൻ കരയും. കരഞ്ഞിട്ടേ ഞാൻ ഇറങ്ങാം. കാരണം ആ കരച്ചിൽ എനിക്ക് തീർക്കണം, തീർത്താലേ എനിക്ക് ഓക്കെ ആവുള്ളൂ. അപ്പോൾ ഒക്കെ ഞാൻ വരുമ്പോൾ ഒരാൾ കെട്ടിപ്പിടിക്കാൻ ആരെങ്കിലും ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്കപ്പോൾ അങ്ങനെ ഒരു ചിന്തയില്ല. എത്രത്തോളം നമ്മൾ ആ ചിന്ത ചിന്തിച്ചതിന് മാത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുറേ തെറ്റിദ്ധാരണകളുണ്ട് അവിടെയും ഇവിടെയും. അത് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് പറയാൻ ഉത്തരം ഉണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. മറ്റുള്ളവർ കാണുമ്പോഴും ഞാൻ അങ്ങനെയാണ്, അവൾ അങ്ങനെയാടാ, അവൾ അങ്ങനെ നടക്കണതാ, അതൊന്നും എനിക്കിപ്പോൾ ഒരു പ്രശ്നമേ ഇല്ല. കാരണം ഇതിനും വലിയ പ്രശ്നം എനിക്ക് ലൈഫിൽ വരാനില്ല. ആണ് ഇപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കുറച്ച് ഇപ്പം വഴക്കിട്ട് 1, 2, 3 ദിവസങ്ങൾ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ വല്ല തെറ്റിദ്ധാരണയുടെ പുറത്തോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഈഗോയുടെ പുറത്തോ ഒക്കെ ഉണ്ടാവുന്ന ഒരു വഴക്കായിരിക്കാം. അത് നിങ്ങളിൽ ആരെങ്കിലും മുൻകൈ എടുത്താൽ ഒരുപക്ഷെ ഇത് സോൾവ് ആകുന്ന ഒരു സാധനം ആയിരിക്കാം, നമുക്കറിയില്ല. ഇനിയിപ്പോൾ അങ്ങനെ ആയില്ലെങ്കിലും ലൈഫിൽ സ്ട്രോങ് ആയിട്ട് സ്ട്രോങ് ആവുമെന്ന് പറയാൻ ഭയങ്കര ഈസിയാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ചില സാഹചര്യങ്ങളിൽ നമുക്ക് വീണ് കിടക്കാൻ പറ്റില്ല, എണീറ്റ് ഓടേണ്ടി തന്നെ വരും. എല്ലാവർക്കും വീണ് കിടന്ന് മെല്ലെ എണീറ്റ് എല്ലാവർക്കും ആ ഒരു പ്രിവിലേജ് ഉണ്ടാവണമെന്നില്ല. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് 2-3 ദിവസം മുമ്പ് ടെൻഷൻ അടിച്ചടിച്ചടിച്ചടിച്ച് എനിക്ക് ഒട്ടും വയ്യ, പാനിക്കായപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അവരാണ് എന്നെ എടുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. കാരണം അപ്പം ഞാൻ എന്ത് ചെയ്യായിരുന്നു, ഞാൻ ഇങ്ങനെയും ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എന്ത് ചെയ്യായിരുന്നു ഞാൻ, എനിക്ക് പാനിക്കായി പെട്ടെന്ന് ബോഡി മൊത്തം അങ്ങോട്ട് ഒരു ഷിവറിങ് വന്നപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടത് ഉണ്ടായിരുന്നില്ല. അവരെയാണ് എന്നെ ഓക്കെ ആക്കി, നീ ഓക്കെ ആവും, നീ ഓക്കെ ആണ്, ഞങ്ങൾ കൂടെ ഉണ്ട്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചിലപ്പം പാനിക്ക് വരും, എനിക്കത് ഉണ്ടാവാറുള്ളതാണ്. വരുമ്പം ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് എന്നെ ഓക്കെ ആക്കി സംസാരിച്ചാൽ മതി, ഞാൻ ഓക്കെ ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അന്നും ഫ്രണ്ട്സ് ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതിനും പക്ഷെ എന്നാലും എനിക്ക് പേടിയാണ്, എനിക്കിപ്പോൾ നല്ല പേടിയാണ് ഉള്ളിൽ. ആരും വിശ്വസിക്കാൻ പറ്റുന്നില്ല, കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഉള്ളിൽ പേടിയുള്ളിടത്തോളം കാലം എനിക്ക് ഫ്രണ്ട്ഷിപ്പും എന്തായാലും ഒരു റിലേഷൻ ആയാൽ പോലും എനിക്കത് ഉള്ളിൽ നല്ല പേടിയുണ്ടാവും. ഓക്കെ, ഇപ്പം എന്തായാലും ഈ ഒരു തെറ്റിദ്ധാരണ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ അത് എല്ലാ ആൾക്കാരും, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആൾക്കാർക്ക് വരുന്നൊരു സാധനമാണ്. പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെട്ട വേറെ രീതിയിൽ പല സ്ഥലം, അതിപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും പല രീതിയിൽ പല ആൾക്കാരുടെ കയ്യിൽ എത്തപ്പെടുന്ന അവസ്ഥ എല്ലാവർക്കും അനുഭവിക്കുന്ന ആൾക്കാരാണ്. എന്തായാലും തനു ആ ഒരു കാര്യം ക്ലിയർ ചെയ്തില്ലേ കംപ്ലീറ്റ്ലി. പിന്നെ എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്, സ്ട്രോങ് ആകാൻ ശ്രമിക്കണം. ഇത് മാത്രമേ ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും വീണ് കിടക്കാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് എണീറ്റ് ഓടുക തന്നെ വേണം. അതിൽപ്പെടുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ നമുക്കൊക്കെ മുന്നോട്ട് ഓടിയേ പറ്റുള്ളൂ. അപ്പം ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കണം, ഫോഴ്സ് ചെയ്യരുത്.
കരയണമെങ്കിൽ കരയാ, വയ്യാണ്ട് കിടക്കണമെങ്കിൽ കിടക്കുക, ഒന്നും ഫോഴ്സ് ചെയ്യരുത്. മെല്ലെ മെല്ലെ പറ്റും. കാരണം കാലം വായിക്കാത്ത മുറിവില്ലെന്നാണല്ലോ. മുറിവിൻ്റെ പാടം അവിടെ ഉണ്ടാവും, പക്ഷെ ആ മുറിവ് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഓക്കെ ആവും. ഞാനിത് ഓക്കെ ആയി വരുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു മെമ്മറി നമുക്ക് മുന്നിൽ വരും. അവയും വീണ്ടും ഞാൻ ഡൗൺ ആവും. ഞാനിത് ഓക്കെയാണ്, നിനക്കിതിപ്പം പറ്റില്ല എന്നിട്ട് പിന്നെയും വീണ്ടും എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ പോയ സ്ഥലമോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഞാൻ കുറച്ച് നേരം സൈലൻ്റ് ആവും. അല്ലെങ്കിൽ എന്തെങ്കിലും സോങ് വരുമ്പോൾ ഞാൻ പറയും, എടാ ഒന്ന് മാറ്റുമോ, മിസ് ചെയ്യും, എനിക്ക് പറ്റണില്ല, നീ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിട്ട് വരും. അപ്പം അതങ്ങനെ ഒരു ഇതിലിങ്ങനെ എനിക്ക് പറയേണ്ട എന്താണെന്ന് അറിയത്തില്ല, ആ ഒരു സിറ്റുവേഷനിലുള്ളത്. കാരണം ഇപ്പം ഈ മനുഷ്യർക്കൊക്കെ സ്വന്തം കാര്യങ്ങൾക്കായിട്ട് എത്രയോ ആണ് മറ്റുള്ളവരെ പേഴ്സണൽ ലൈഫിൽ ഇടപെടാന്നുള്ളത്. ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് ലൈവിൽ വരുമ്പോൾ ഞാൻ പറയുന്ന കാര്യമാണ്, അത് എൻ്റെ പേഴ്സണലാണ്. അത് എനിക്ക് ഒരിക്കലും പല്ല് കുത്തി നാറ്റിക്കാൻ ഒട്ടും താല്പര്യമില്ല. എന്തുണ്ടെങ്കിലും അത് ഞങ്ങൾ തമ്മിൽ ഒതുങ്ങേണ്ട കാര്യമാണ്. അതിപ്പോൾ ഷൈനായാലും എൻ്റെ കാര്യമായാലും ഞങ്ങൾ തമ്മിൽ ഒതുങ്ങേണ്ട കാര്യമാണ്. അത് മറ്റുള്ളവരെ അറിയിച്ചിട്ട് എനിക്കതിൽ ഒരു ആനന്ദം ഞാൻ കണ്ടെത്തുന്നില്ല. അപ്പം അത് ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞത്, ഒരിക്കലും ആളെ മനസ്സിൽ ഒരിക്കലും എന്നെക്കുറിച്ചൊരു ഇതുണ്ടാവരുത്, തനു ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അതിനു വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ വന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറട്ടെ. ഒത്തുപോകാൻ പറ്റുന്നത് ആണെങ്കിൽ ഒത്തുപോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കണം, മുന്നോട്ട് പോകണം. താങ്ക് യു സോ മച്ച്. ആൻഡ് എല്ലാ സംശയങ്ങളും ക്ലിയർ ആവട്ടെ. താങ്ക് യു.